ഹലോ, നമ്മുടെ ഹെയർ ഗ്രോത്തിന് തടസ്സമാവുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു സൊല്യൂഷൻ ആയിട്ടാണ് കേട്ടോ നമ്മളിന്നൊരു ഹെയർ ഓയിൽ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഹെയർ ഓയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവുന്ന കരിവേപ്പില, അതുപോലെ തന്നെ ചെമ്പരത്തി ഇല, ചെമ്പരത്തി പൂവ്, അതുപോലെ തന്നെ ഉള്ള സാധനങ്ങളൊക്കെ വെച്ചുകൊണ്ട് തന്നെ നമ്മുടെ ഹെയറൊക്കെ നന്നായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു ഹെയർ ഓയിലാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവുന്ന കുറച്ച് ചെമ്പരത്തി പൂവും, കുറച്ച് ചെമ്പരത്തി ഇല, അതുപോലെ തന്നെ നമുക്ക് പേൻ ശല്യം, അതുപോലെ തന്നെ ചൊറിച്ചിൽ അതൊക്കെ മാറാനായിട്ട് നമുക്ക് കുറച്ച് വേപ്പിൻ്റെ ഇല, അതുപോലെ തന്നെ നമുക്ക് നല്ല കാൽസ്യം അയണൊക്കെ അടങ്ങിയിട്ടുള്ള നമ്മുടെ മുരിങ്ങയില, അതുപോലെ തന്നെ കുറച്ച് അലോവേര, മൈലാഞ്ചി ഇല, നെല്ലിക്ക, അതുപോലെയുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാൻ കരുവേപ്പില കുറച്ച് അധികം കരിവേപ്പിൻ്റെ ഇല വേണം. അതുപോലെ തന്നെ നമ്മുടെ പേൻ ശല്യം, അതുപോലെ ചൊറിച്ചിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റാനായിട്ടൊരു 2 കൊത്ത് വേപ്പില, അതുപോലെ തന്നെ ചെമ്പരത്തി ഇല, ചെമ്പരത്തി പൂവിൻ്റെ മൊട്ടും നമുക്ക് ഇടാവുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ കറ്റാർ വാഴയൊക്കെ നന്നായിട്ട് ഒരു ദിവസമെങ്കിലും കറ്റാർ വാഴ നമ്മൾ മുറിച്ച് കഴിഞ്ഞിട്ട് വെള്ളത്തിലിട്ട് വെക്കുക. അത് നന്നായിട്ട് അതിൽ നിന്ന് വരുന്ന മഞ്ഞ കളറൊക്കെ പോയിട്ട് അലോവേരയൊക്കെ ഫ്രഷ് ആയതിന് ശേഷം അത് നന്നായിട്ട് അരിഞ്ഞ് വെക്കുക. അതുപോലെ തന്നെ ഒരു പിടി ഉലുവ, അതുപോലെ തന്നെ കുറച്ച് കരിഞ്ചീരകം, ഇതൊക്കെയാണ് നമുക്ക് ഈ എണ്ണ കാച്ചാനായിട്ട് ആവശ്യമായിട്ടുള്ളത്. അതുപോലെ തന്നെ നല്ല ആട്ടിയ എണ്ണ കിട്ടുകയാണെങ്കിൽ നമുക്ക് അതുകൊണ്ട് എണ്ണ ഉണ്ടാക്കിയ ബെസ്റ്റാണ്. ആട്ടിയ എണ്ണ കിട്ടാത്തവർ ഏതെങ്കിലും നല്ല ബ്രാൻഡ് വെളിച്ചെണ്ണ നോക്കിയിട്ട് വാങ്ങിക്കുക കേട്ടോ. അതിൽ ഇപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചെറുതായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് അതിലോട്ട് നെല്ലിക്ക, മൈലാഞ്ചി ഇല, ചെമ്പരത്തി ഇല, അതുപോലെ ചെമ്പരത്തി പൂവ്, ചെമ്പരത്തിയുടെ മുട്ട് എല്ലാം ഒന്നിച്ചെന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിലേക്ക് കുറച്ച് ഉലുവ, അതുപോലെ തന്നെ കുറച്ച് നമുക്ക് ചൊറിച്ചിൽ, അങ്ങനെ ഇച്ചിങ്സ് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് കുറച്ച് ചെറിയ ഉള്ളിയുടെ മണം ഇഷ്ടമല്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ കരിഞ്ചീരകം, ഉലുവ എല്ലാം ചേർത്ത് നമ്മൾ സിമ്മിൽ അല്ലാണ്ട് നല്ലോണം ഹൈ ഫ്ലെയിമിൽ അല്ലാണ്ട് ഒരു മീഡിയം തീയിൽ നന്നായിട്ട് നമ്മൾ തിളപ്പിച്ചെടുക്കുക. നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെക്കരുത് ഒരിക്കലും. ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ എസൻസ് ഒക്കെ നന്നായിട്ട് എണ്ണയിലോട്ട് ഇറങ്ങില്ല. അത് മാത്രമല്ല നമ്മൾ നന്നായിട്ട് എണ്ണ ചൂടായി ഈ സാധനങ്ങളൊന്നും കരിഞ്ഞു പോകാൻ പാടില്ല. കരിഞ്ഞു പോകുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഫലം കിട്ടാതെ വരും. അപ്പം ചെറിയ തീയിൽ തന്നെ നമ്മൾ ഇതിൻ്റെ എസൻസ് ഒക്കെ നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന എല്ലാത്തിൻ്റെ എസൻസ് ഒക്കെ നന്നായിട്ട് എണ്ണയിലോട്ട് ഇറങ്ങുന്നത് വരെ ചെറിയൊരു മീഡിയം തീയിൽ വെച്ച് നന്നായിട്ട് എണ്ണ ചൂടാക്കുക. നന്നായി ചൂടായി കഴിയുമ്പോൾ നമ്മൾ കറക്റ്റ് ഭാഗമാകുമ്പോൾ നമുക്ക് കരിവേപ്പില അതൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന സാധനങ്ങളൊക്കെ നമ്മൾ പൊടിക്കുമ്പോൾ നന്നായിട്ടൊന്ന് പൊടിഞ്ഞു പോകട്ടോ. ആ സ്റ്റേജ് എത്തുമ്പോൾ നമുക്ക് നമ്മുടെ എണ്ണയൊക്കെ നന്നായി കളർ ചേഞ്ചായി മാറിയിട്ടുണ്ടാവും. അതുപോലെ കറ്റാർവാഴയുടെ ഒക്കെ തണുപ്പ് പറ്റാത്തവർക്കാണ് ലാസ്റ്റ് നമ്മൾ എണ്ണ ഇറക്കുന്നതിന് മുമ്പ് കുറച്ച് തുളസി, കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ജലദോഷം അങ്ങനെയുള്ളതൊന്നും വരാതിരിക്കും. എണ്ണയൊക്കെ സെറ്റായി ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുക. അന്നത്തെ ഒരു ദിവസം അങ്ങനെ തന്നെ എണ്ണ വെക്കുക. പിറ്റേന്ന് നമ്മൾ നന്നായി ഫിൽറ്റർ ചെയ്ത് ഒരു ഗ്ലാസ് ബോട്ടിലിൽ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് കേട്ടോ. ബെറ്റർ റിസൾട്ടിനായിട്ട് ആഴ്ചയിൽ 2 പ്രാവശ്യം 1 മണിക്കൂർ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നന്നായിട്ട് ഹെയർ വാഷ് ചെയ്ത് കളയുക. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.